السلام عليكم ورحمة الله. يا ربنا لك الحمد السرمد حمدا لا يحصيه العدد ولا يقطعه الأبد كما ينبغي لك أن تحمد، والصلاة والسلام الأتمان الأكملان على النبي المصطفى والرسول المجتبى والعبد المرتضى نبينا محمد عليه وعلى آله وأصحابه وأتباعه وأزواجه أفضل الصلاة وأتم التسليم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر. صدق الله العلي العظيم. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഷിഹാബ് സാഹിബ്, ഷറഫിയ ടീച്ചർ, മറ്റ് സംഘാടകരായ മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഹാജിമാരും ഹാജകളുമായ സഹോദരന്മാരെ, സഹോദരിമാരെ, അവരനുഗമിക്കുന്ന മറ്റ് കുടുംബ ബന്ധുമിത്രാദികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയെ സ്വീകരിക്കുകയും എല്ലാ അർത്ഥത്തിലും നമ്മെ ഇരു ലോകത്തും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ പരിപാടി സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. 4:30 എന്നത് ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നെങ്കിലും അതിനു മുമ്പേ നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. നമുക്ക് സമാപനത്തിന് ഇനി അധിക സമയമൊന്നും വേണ്ടില്ല. കാരണം എന്താണോ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് 2-3 തവണയായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമാപനം എന്ന ഒരു ഔപചാരികതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് 2-3 പോയിന്റുകളും കൂടി കൂട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഷിഹാബ് സാഹിബ് പറഞ്ഞു, നിങ്ങൾക്കൊരു ബാഡ്ജ്, ഒരു വള, ഒരു മാല അല്ലെങ്കിൽ ഒരു ID തരും. അത് ചിലപ്പോൾ പക്ഷേ നിങ്ങൾക്ക് മെട്രോ ട്രെയിൻ കയറുകയാണെങ്കിൽ അതിനുള്ള പാസും കൂടി അതുതന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. ചില ടെൻറ്റുകളിലേക്ക് കയറാനുള്ള ടെൻറ്റിൻ്റെ എൻട്രി പാസും അത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുത്തവഫിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ID അവിടെ ഇറങ്ങി തിരിച്ചു പോരുന്നത് വരെ നിങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണണം. രണ്ടാമത്തെ ഒരു വിഷയം, നിങ്ങളുടെ ടെൻറ്റിൻ്റെ മുൻഭാഗത്ത് എൻട്രൻസിൻ്റെ അടുത്ത് വലിയ ഒരു പോസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉയരത്തിൽ, നല്ല ദൂരത്തു നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലൊരു പോസ്റ്റ് ഉണ്ടാവും. ആ പോസ്റ്റുമ്മൽ പ്രത്യേകമായ ഒരു കളർ കോഡും ഒരു നമ്പർ കോഡും ഉണ്ടാവും. ഈ കളർ കോഡും നമ്പർ കോഡും അനുസരിച്ചാണ് എവിടെയാണ് ടെൻറ്റ്, ഏതാണ് മുത്തവഫ്, എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റുക. അതുകൊണ്ട് മൊബൈലുള്ള ആളുകൾ അതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കണം. അതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചാൽ ഏതെങ്കിലും പോലീസുകാരനോ വോളണ്ടിയർക്കോ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇന്ന ദിശയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു തരാൻ അയാൾക്ക് മിനയുടെ മാപ്പ് റീഡ് ചെയ്ത ആൾക്ക് സാധിക്കും. അതിൽ വളണ്ടിയർ സേവനം ചെയ്ത ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ആ പറയുന്നത്. ഒരുപക്ഷെ സലാം സാഹിബിനോട് നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞുതരും. മറ്റൊരു വിഷയം കൂടി, വളരെ സിമ്പിളായ വിഷയമാണ് നമ്മൾ പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, സംസം കുടിക്കുന്നിടത്തും നിങ്ങളുടെ ടെൻറ്റിലൊക്കെ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും. ചൂട് കാലത്ത് അത് കിട്ടിയാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. 2 ദിവസം കുടിക്കുന്നതോടുകൂടി നിങ്ങളെ തൊണ്ട കേടുവരും. അതോടുകൂടി നിങ്ങൾ ഇൻഫെക്ഷൻ വന്ന് പനി പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ തണുപ്പില്ലാത്ത സംസമും ഉണ്ട്, വെള്ളത്തിലും തണുപ്പില്ലാത്തതുണ്ടാവും. തൽക്കാലം നമുക്ക് തണുപ്പില്ലാത്തതോ അല്ലെങ്കിൽ ടെൻറ്റുകളിൽ നിന്നാണെങ്കിൽ ചൂടുള്ളതോ മതി എന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കും. പ്രത്യേകിച്ചും കുറച്ച് പ്രായമൊക്കെ ഉള്ള ചെറുപ്പക്കാരല്ലാത്ത ആളുകളാണെങ്കിൽ അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കും എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. ഞാനിന്ന് നേരത്തെ ഷിഹാബ് സാഹിബിൻ്റെ, നമ്മളെ ചായകുടിൻ്റെ അടിയിൽ കൂടെ തന്നെ പറഞ്ഞു പോവാണ്, അവസാനിപ്പിക്കുകയാണ്. ഷിഹാബ് സാഹിബിൻ്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇടയിൽ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ നമ്മൾ നേരത്തെ ഓതിയ ഒരു ആയത്തുണ്ടായിരുന്നു. ഇന്ന അവ്വല ബൈത്തിൻ ഊദിയ ലിന്നാസി ലല്ലദീ ബിബക്ക എന്നാണ് പ്രയോഗിച്ചത്. സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന പ്രയോഗം, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മക്ക എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബക്ക എന്ന് പ്രയോഗിച്ചത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ഫതഹിലെ 21-ാമത്തെ ആയത്തിൽ മക്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സൂറത്ത് ആൽ ഇംറാനിലെ 96-ാമത്തെ ആയത്തിൽ പ്രയോഗിച്ചത് ബക്ക എന്നാണ്. രണ്ടിൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഖുർആനികമായൊരു പഠനം അതിനെക്കുറിച്ച് നടത്തിയാൽ, നേരത്തെ നമ്മൾ മശായറും ഷിയാറും ഷുഊറൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞേണ്ടിയിരുന്ന വിഷയമാണ്. അതിൻ്റെ ഭാഷാപരമായ പ്രാധാന്യം, ആ പദങ്ങൾ 2 സ്ഥലത്തും പ്രയോഗിച്ചതിൻ്റെ പ്രയോഗവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ബക്ക എന്ന് പ്രയോഗിച്ച പ്രയോഗം ഹജ്ജും അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഇതേ മക്കയെക്കുറിച്ച് ബക്ക എന്ന് പറഞ്ഞത്. ഭാഷാ പണ്ഡിതന്മാർ അതിന് പറയുന്നത്
ബക്ക എന്ന് പറയുന്നത് ശരീരം തമ്മിൽ ഉരസുന്നതിനെ കുറിച്ചാണ് പറയാം. നേരത്തെ ഷിഹാബ് സാഹിബ് നമ്മളെ ഇൽത്തിബാഹിൻ്റെ സ്വഭാവമൊക്കെ കാണിച്ചെന്നില്ലേ? അങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകളുടെ ശരീരം തമ്മിൽ ഉരസും, നല്ല തിരക്കുണ്ടാവും. ഇനി അതൊന്നുമല്ല, വേറെ ആളതൊന്നും ഉരതണ്ട, നമ്മുടെ തന്നെ, നമുക്കൊക്കെ കുറച്ച് അത്യാവശ്യം തടി ഉണ്ടെങ്കിൽ, നടന്ന് ശീലമില്ലെങ്കിൽ നമ്മുടെ കാലുകൾ തമ്മിൽ തന്നെ ഉരതിയിട്ടുണ്ടാക്കും, മുറിയാവും. നടന്ന് ശീലമില്ലാത്തവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും. ഇങ്ങനെ ഈ ഒരസലിനെയാണ് യഥാർത്ഥത്തിൽ ബക്ക എന്ന പദത്തിൽ അതും കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ശരീര ഒരസലുണ്ടാകുന്ന തിരക്കുള്ള ബക്കയിലേക്കാണ് നിങ്ങളൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്, മക്കയിലേക്കല്ല. മക്ക എന്ന് പ്രയോഗിച്ചത് സൂറത്തുൽ ഫതഹിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഹുദൈബിയ സന്ധിയുടെ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും മക്കയിലേക്ക് പ്രവേശിച്ചിട്ടേ ഇല്ല, തിരക്കുണ്ടായിട്ടില്ല. സന്ധി ചെയ്ത് തിരിച്ചു പോരുക ചെയ്തത്. അതുകൊണ്ട് നല്ല തിരക്കുള്ള നഗരത്തിലേക്ക് 30 ലക്ഷം ജനങ്ങളുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഒന്ന് പിന്നെ ആയത്തേൽ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളൊരു വിഷയം. പിന്നെ നേരത്തെ ഷിഹാബ് സാഹിബിൻ്റെ ഷിഹാബ് കൊട്ടൂരിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഹജ്ജ് നിർവഹിക്കാൻ ദുൽഹജ്ജിലെ ഈ ദിവസവും സമയവും അല്ലാത്ത വേറൊരു സമയത്തും പറ്റില്ല. നിങ്ങൾക്ക് നിസ്കാരവും നോമ്പും ജക്കാത്തും ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളൊക്കെ എല്ലാ കാലത്തും നിർവഹിക്കാം, സുന്നത്തായോ നിർബന്ധമായതോ ഒക്കെ ചെയ്യാം. പക്ഷേ ഹജ്ജിനുള്ളത് ഈ ഒരൊറ്റ അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത് എന്ന് പറയുന്ന മാസങ്ങളിൽ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. അതിനെക്കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്രി വലയാലിൻ അഷ്ർ. ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചാണ്. ആ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അറിയിച്ചു എന്ന ഹദീസുകളിലുണ്ട്. മാ മിൻ യൗമിൻ അൽ അമാലു സാലിഹത്തു ഖൈറും മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവുമില്ല. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം. അത് നേരത്തെ ഷിഹാബ് കൊട്ടൂർ ഒരു സൂചന പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിൽ നമസ്കാരം, നോമ്പ്, ജക്കാത്ത്, ഷഹാദത്ത്, ഹജ്ജ് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു വർഷത്തെ ദിവസങ്ങളുണ്ടെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ മാത്രമാണ്. അതല്ലാത്ത ദിവസം 5ഉം കൂടി ഒരുമിച്ച് കൂടാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ട് കൂടിയാണ് ആ ദിവസത്തിന് അത്രയും ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയാനും അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാനും തിരുസുന്നത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാനൊക്കെ വന്നൊരു കാര്യമുള്ളത്. അറഫ ദിനത്തിലെ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല, ശ്രേഷ്ഠമല്ല. ഹാജി അല്ലാത്ത ആളുകൾക്കാണ് അറഫ ദിനത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അറഫ ദിനത്തിൽ ഹാജിമാർ നോമ്പെടുക്കേണ്ടതില്ല. അതൊരു കർമ്മശാസ്ത്ര വിഷയമായതുകൊണ്ട് സൂചിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന വളണ്ടിയേഴ്സ് വരെ ചിലപ്പോൾ അന്ന് നോമ്പെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഹാജിമാർ അന്ന് നോമ്പെടുക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം എന്നതും കൂടി കൂട്ടത്തിൽ പറയാം. അതേപോലെ തന്നെ അയ്യാമ തശ്രീഖും ഈദിൻ്റെ ദിവസങ്ങളൊക്കെ നോമ്പ് അനുവദനീയമല്ലാത്ത ദിവസങ്ങളുമാണ് എന്നതും നമുക്കറിയാവുന്ന വിഷയമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹജ്ജ് മാസം പിറന്നത് മുതൽ, ദുൽഹജ്ജ് 1 പിറന്നത് മുതൽ ലോകം മുഴുവൻ ഹാജിമാരോട്, നേരത്തെ പറഞ്ഞ ഹാജിമാർ ലോകത്തിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് ആമുഖത്തിൽ നിന്ന് സൂചിപ്പിച്ചിരുന്നു ഷിഹാബ് സാഹിബ്, ലോകത്തിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് 30 ലക്ഷം ആളുകൾ മൊത്തം മുസ്ലിം ലോകത്തിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് മക്കയിൽ ഒരുമിച്ച് കൂടുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അറഫ ദിനത്തിൽ ലോകം മുഴുവൻ നോമ്പെടുക്കുന്നതും നിങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമാണ്. എന്നല്ല, ഹജ്ജ് മാസം ദുൽഹജ്ജ് 1 പിറന്ന ദിവസം മുതൽ ലോകം മുഴുവൻ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ തക്ബീർ ധ്വനികൾ ദുൽഹജ്ജ് 10-ൻ്റെ പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിൻ്റെ അവസാന 13-ൻ്റെ അസർ വരെയും തുടരും. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു സൗന്ദര്യം ആസ്വദിക്കേണ്ട എവിടെയെന്ന് വെച്ചാൽ, നിങ്ങൾ ഹാജിമാരായ എഹ്റാമിൽ പ്രവേശിച്ച എല്ലാ ആളുകളും എഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ കല്ലേറ് നടത്തുന്നത് വരെ, 10-ൻ്റെ ദിവസത്തെ യൗമുൻ നഹറിലെ കല്ലേറ് നടത്തുന്നത് വരെ നിങ്ങൾ തെൽബിയത്ത് മുഖരിതമായിരുന്നു നിങ്ങളുടെ ദിനരാത്രങ്ങൾ.
ആ സമയത്ത് ലോകം മുഴുവൻ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 ദിവസത്തെ പെരുന്നാൾ ദിവസത്തോടു കൂടി, കല്ലേറ് കഴിയുന്ന സമയത്തോടു കൂടി ഹാജിമാരും തെൽബിയത്തിൽ നിന്ന് തക്ബീറിലേക്ക് മാറും. അന്ന് മുതൽ അയ്യാമു തശ്രീഖ് വരെ ലോകം മുഴുവൻ ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞാൽ ഹാജിമാരും അല്ലാത്തവരും ഒരേ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കും. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ഒരു സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ഹജ്ജിൻ്റെ ഒക്കെ തന്നെ ഒരു അനുസ്മരണവും കൂടിയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാൽപാദങ്ങൾ പിൻപറ്റിക്കൊണ്ടാണ്, അതിനെ ജീവിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഉഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു മഅഹു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ഏറ്റവും ബന്ധമുള്ളവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും ഈ പ്രവാചകനും ആ പ്രവാചകൻ്റെ പിൻഗാമികളുമാണ് എന്ന് പ്രായോഗികമായി ഹജ്ജിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ നഗരത്തിൽ ചെന്ന് നമ്മൾ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അഖബയിലെ കല്ലേറ് നടത്തുന്ന 3ാമത്തെ ജംറ, ആദ്യത്തെ ദിവസം എറിയുന്ന ഒരു ജംറയുള്ള ആ ജംറത്തുൽ അഖബയുടെ തൊട്ടടുത്താണ്. നിങ്ങൾക്കൊരു പക്ഷേ ചരിത്ര സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായി കാണാൻ കഴിയും. ഉംറ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഷിഹാബ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പലരെയും കാണുകയും കാണിക്കുകയും ചെയ്ത ഒരു പള്ളിയുണ്ട്, ചെറിയ ഒരു പള്ളി, മസ്ജിദുൽ കബ്ഷ് എന്ന പേരിലുള്ള പള്ളി. അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ അറുക്കാൻ വേണ്ടി കിടത്തിയതും അത് പകരം ആട്ടിൻകുട്ടിയെ നൽകിയതൊക്കെ. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തക്ബീർ ധ്വനികൾ ഉണ്ടായത്. മലക്കുകളോളം കൽപ്പിച്ചതൊക്കെ പ്രായോഗികമാക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഇഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്ന് സ്വന്തം ഉപ്പയോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ നടപ്പാക്കിയേക്കുക എന്ന് കുഞ്ഞു ഇസ്മായിൽ പറഞ്ഞപ്പോൾ അതിൽ വിസ്മയം കൊണ്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി ആദ്യമായി മുഴക്കിയത്. അത് കേട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഏറ്റു ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പൂർത്തീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ആ തക്ബീർ ധ്വനികൾ ദുൽഹജ്ജ് 10 ദിവസത്തോടു കൂടി നമ്മളെല്ലാവരും ഒരേ തക്ബീറിലേക്ക് മാറുന്നതും ഈ ഒരു ലോകത്തിൻ്റെ ഐക്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ആരാധനയുടെ, ആസ്വാദനത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഒരു ദിനരാത്രങ്ങളിലേക്കാണ് നിങ്ങളെ നാം യാത്രയാക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും നോമ്പെടുക്കുകയും പ്രാർത്ഥനയിൽ നിർഭരമാവുകയും തക്ബീർ ധ്വനികളിലൂടെ നിങ്ങളുടെ ആരാധനയുടെ, അനുഷ്ഠാനത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നത് എന്ന് ലോക മുസ്ലിങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നതുകൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി 1-2 കാര്യങ്ങൾ ഒരു പക്ഷേ ഓർത്തിരിക്കേണ്ട, അനുസ്മരിക്കേണ്ട ചില വിഷയങ്ങൾ നേരത്തെ കളത്തിൽ ഫാറൂഖ് സാഹിബ് ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഈ ഹജ്ജ് ക്യാമ്പിൻ്റെ സംഘാടകനും ഒരുപക്ഷെ ഹജ്ജിൽ പോകേണ്ടവനും ഈ ഹജ്ജിലേക്ക് കുറച്ച് ആളുകളെ എത്തിക്കേണ്ടതും ഇതിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന യോഗത്തിൽ വെച്ച് തളർന്നു വീഴുകയും ചെയ്ത ഒരു വ്യക്തി ഇന്ന് ഇവിടെ എത്താൻ പറ്റാതെ ഇപ്പോൾ എന്താക്കിയിട്ടുണ്ട്, പ്രയാസത്തിലാണുള്ളത്. കോസ്മാഷ് എന്ന പേർക്ക് പലർക്കും പരിചയമുള്ള പുതുക്കോടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഇവിടെ വെച്ചും അതോടൊപ്പം നമ്മുടെ ഹജ്ജിൻ്റെ സംഘമായി കൂടെ ഉണ്ടാവേണ്ട ആളായിരുന്നു എന്നതുകൊണ്ട് നമ്മുടെ അറഫയിലെ പ്രാർത്ഥനയിലും കൂടി അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ഈ സംഘാടകർക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടി വേണ്ടി ഞാനിവിടെ ആവശ്യപ്പെടാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അത്തരം നമുക്ക് കോടാനുകോടി ആളുകൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക്, അൽ മശായിറുൽ മുഖദ്ദസയിലേക്ക്, പുണ്യസ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കാണ് ഈ വർഷം അവസരം കിട്ടിയത് എന്നതുകൊണ്ട് നിങ്ങൾ ആ ലോക മുസ്ലിങ്ങളെ കൂടി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നത് കൂടിയാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട്, ഒരു ചരിത്ര സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് 2 മിനിറ്റ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. ആ ചരിത്ര സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉമ്മവി ഭരണകാലത്ത്, ഖുലഫാ റാഷിദുകളുടെ തൊട്ടടുത്ത കാലത്ത്, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ, അദ്ദേഹം ഖലീഫ ആയിരിക്കെ, ഭരണാധികാരി ആയിരിക്കെ, ഒരു ദിവസം ഹജ്ജിൻ്റെ സമയത്ത് തവാഫ് നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ കാബൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കാബൻ്റെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. തിരക്കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അത്രത്തോളം തിരക്കുണ്ട്. ഭരണാധികാരിയാണ്, ഖലീഫയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന് തവാഫ് ചെയ്യാൻ പോലും പറ്റാത്തത്ര തിരക്കൊണ്ട് അദ്ദേഹം ഒന്നിങ്ങനെ കുറച്ച് മാറി നിന്നു, ഒന്ന് തിരക്കൊഴിയട്ടെ എന്നാണ്. ഈ സമയത്താണ് സാലിം ബിൻ ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ, സാലിം മൗല ഇബ്നു ഉമർ എന്ന് പറയുന്ന
നല്ല അറിയപ്പെട്ട പണ്ഡിതനും ജാഹിദുമായ ഒരുപക്ഷെ ഹദീസ് ഉദ്ധരണികളിലൊക്കെ ധാരാളം പേരുദ്ധരിച്ച് കേട്ട സാലിം അങ്ങോട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു ആരാധനാ വൃദ്ധമുണ്ട്, നല്ല അനുയായികളുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം ആളുകളിങ്ങനെ മാറിക്കൊടുത്തു. അദ്ദേഹം വളരെ ആശ്വാസത്തിൽ തവാഫ് ചെയ്തു. ഈ തവാഫ് എന്ന് കണ്ടപ്പോൾ ഭരണാധികാരിയായ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന് പോലും അതിശയം തോന്നി. ഇത്രത്തോളം ഇദ്ദേഹത്തിന് എന്താ സ്വാധീനം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് എന്ന ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അത്രത്തോളം അറിയപ്പെട്ട പണ്ഡിതനാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് പൂർത്തീകരിച്ച് തരാം. ഭരണാധികാരി എന്നുള്ള നിലക്ക് എനിക്കത് കഴിയും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാലിം പറഞ്ഞ മറുപടി, അത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മളെവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സാലിം പറഞ്ഞു, അള്ളാൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് വെച്ച് അള്ളാഹിനോടല്ലാതെ വേറൊരാളോട് ചോദിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് വെച്ച് ഭരണാധികാരി ആണെങ്കിലും അള്ളാഹിനോടല്ലാത്ത മറ്റൊരാളോട് ചോദിക്കുന്നത് ഞാൻ ലജ്ജിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരർത്ഥം കുറച്ച് ചെമ്മീറ്റാണെങ്കിൽ ചമ്മലോട് കൂടിയാണെങ്കിലും മാറി നിന്നു. അങ്ങനെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് മാറി നിന്ന് ഇദ്ദേഹത്തിൻ്റെ തവാഫൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പം നിങ്ങൾ അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ പുറത്തേക്ക് വന്നു, ഇനി നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പൂർത്തീകരിച്ച് തരാം. അപ്പോൾ സാലിം ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൻ്റെ ആവശ്യമാണോ അതല്ല ആഖിറത്തിൻ്റെ ആവശ്യമാണോ പൂർത്തീകരിച്ച് തരാം എന്ന് പറയുന്നത്? അപ്പോൾ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് പറഞ്ഞു, ആഖിറത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല, ദുനിയാവിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പൂർത്തീകരിച്ച് തരാമെന്ന്. അപ്പോൾ സാലിം പറഞ്ഞു, ദുനിയാവും ആഖിറവും ഉടമപ്പെടുത്തിയ എൻ്റെ അള്ളാഹിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ ദുനിയാവിൻ്റെ ആവശ്യം ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് ചോദിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് സന്ദർഭങ്ങളിൽ സമയം നമ്മളുടെ കുറച്ച് എന്താണ് പറയുക, അതിൻ്റെ ശുഷ്കാന്തി നമ്മളുണ്ടാവണം, കുറച്ച് സ്വാർത്ഥത നമുക്കുണ്ടാവണം. നമ്മുടെ സമയം പൂർണ്ണമായും നമുക്ക് അനുകൂലമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും തസ്ബീഹിലും തഹ്മീദിലും തക്ബീറിലും തഹ്ലീലും ആണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കേണ്ടത്. ആ അർത്ഥത്തിൽ പൂർണ്ണമായും ചൈതന്യവത്തായ ഹജ്ജ് നിർവഹിക്കാൻ ഒരവസരമുണ്ടാക്കുക എന്നതാണ് ഇത് സംഘടിപ്പിച്ചതുകൊണ്ട് സംഘാടകരുടെ ആഗ്രഹം, ലക്ഷ്യവും താല്പര്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആത്മാർത്ഥമായി നിയ്യത്ത് വെക്കുകയും പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് സംഘാടകർക്ക് വേണ്ടി, ഇതിലെ ക്ലാസ് എടുത്തവർക്ക് വേണ്ടി നേരത്തെ ഷിഹാബ് സാഹിബ് ആവശ്യപ്പെട്ടു. നേരത്തെ ഞാൻ എൻ്റെ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾക്കൊക്കെ വേണ്ടി അറഫയിലും മിനായിലും വെച്ച്, പ്രത്യേകിച്ച് അറഫയിലെ അസ്തമയ സമയത്തിന് മുമ്പുള്ള ശ്രേഷ്ഠമായ സമയത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമ്മിൽ നിന്ന് പരിഹരിക്കുമാറാവട്ടെ. യാത്രയിലും നാട്ടിലായിരിക്കുമ്പോഴും മക്കയിലും മദീനയിലും ആയിരിക്കുമ്പോഴും ഹറമിലും മസ്ജിദുൻ നബവിയിലും ആയിരിക്കുമ്പോഴൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. നമ്മുടെ യാത്രാ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ട്, അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, നീയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് യാത്രയിൽ, അല്ലേ? വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ബാക്കി വെക്കാനുള്ളതും അള്ളാഹ് നീയാണ്. ഈ ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും വിദേശത്തും ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ കൂടെ ആവുക എന്ന തികച്ചും ആത്മീയമായ നല്ലൊരു വിധാനത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുമ്മ വഫിഖ് ലനാ ലിമാ തുഹിബ്ബുഹു വതർളാഹ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ وتقبل منا صلاتنا وصيامنا وقيامنا وحجنا وعمرتنا وسعينا يا رب العالمين. اللهم اجعله حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجارة لن تبور. اللهم احفظنا في حلنا وترحالنا وفي سفرنا وإقامتنا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم خذ بأيدينا في المضايق
واكشف لنا وجوه الحقائق يا رب العالمين. اللهم انصر إخواننا المجاهدين في سبيلك في كل مكان، وانصرهم في تحت كل سماء وفوق كل أرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعلنا من العليين، وآتنا كتابنا باليمين، واجعل حسابنا حسابا يسيرا، واجعلنا ممن ينقلب إلى أهله مسرورا. اللهم إنا نسألك إيمانا نهتدي به، ونورا نقتدي به، ورزقا حلالا نكتفي به يا رب العالمين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. صلى الله على سيدنا محمد ما ذكره الذاكرون الأبرار. صلى الله على سيدنا محمد وعلى المهاجرين والأنصار. وصلى الله على سيدنا محمد وعلى أزواجه الأطهار. وصلى الله على محمد وما تعاقب الليل والنهار. السلام عليكم ورحمة الله.